സോഷ്യൽ മീഡിയക്ക് ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അല്ല, അടുത്ത തവണ ഇലക്ഷനിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് എടുക്കും. പക്ഷെ ആരും അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെ നിങ്ങൾ വെറുതെ ഇപ്പോൾ ഇവിടെ ചോദ്യമൊക്കെ ചോദിക്കുന്നത് വെറുതെ ഒരു രസത്തിനാണെന്നുള്ളത് കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് എനിക്കറിയാം. അയ്യോ, പ്രശ്നങ്ങളോ, നിങ്ങൾ എന്തേ പറയണത്? നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് ഈ പ്രശ്നം. അതിനകത്ത് ഉള്ളടക്കങ്ങൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാവാറില്ല. കുറച്ചും കൂടി ഹെവി ആയിട്ടൊരു യാത്ര വേണ്ടിയിരുന്നില്ലേ? കാരണം ഇത്രയും ഹെവി ആയിട്ടെന്ന് വെച്ചാൽ ഒരു അരിച്ചാക്കൃത് തലേ ചെറുതാണ്. നിങ്ങളൊന്നും പോവുകയാണ്. അത് ഞങ്ങൾക്ക് അറിയാം, അത് വേറെയാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ യാത്ര ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിന്റെ പരാതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഐഡന്റിറ്റി ഇന്നലെ കഴിഞ്ഞു, മൊത്തം ഷൂട്ടും കഴിഞ്ഞു. അത് ഡിസംബറിൽ തുടങ്ങിയതാണ്, ഇന്നലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് ഇനി എമ്പുരാൻ്റെ ഒരു സ്കെഡ്യൂൾ ഉണ്ട് ഗുജറാത്തിൽ, അങ്ങോട്ട് പോകും. ഓണത്തിനുണ്ടാവും സിനിമ, അങ്ങനെയാണ് പ്ലാൻ. ഞാനിപ്പോൾ അതിൻ്റെ ഷൂട്ടിന് പോകുന്നുണ്ട്. ഞാൻ അവിടെ പോയി എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് അപ്ഡേറ്റുകൾ തരാം. ഇപ്പം അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത്, അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അല്ല, അത് ഏതെങ്കിലും പടത്തിന്റെ ലുക്കല്ല ഇത്. എനിക്ക് യങ്ങായിരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി യങ്ങാവണതല്ല. എനിക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള തന്നെയും ഇഷ്ടമാണ്, താടി വെച്ചിട്ടുള്ള തന്നെയും ഇഷ്ടമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഐഡന്റിറ്റിയിൽ സിനിമയിലൊരു സീനിന് വേണ്ടിയിട്ടാണ് ട്രിം ചെയ്തത്. പക്ഷെ അങ്ങനെ ഞങ്ങൊന്നും ആയിട്ടില്ല. നോക്കി സോഷ്യൽ മീഡിയക്ക് ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അല്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്, ഞാനത് എടുത്തു. ഇപ്പൊ ലേറ്റസ്റ്റ് അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് തെരഞ്ഞെടുക്കും. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാണ് ശരിക്കും? അല്ല, എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അമ്മ സംഘടന കാലങ്ങളായിട്ട്, ഇത്രയും വർഷങ്ങളായിട്ട്, ഞാനൊക്കെ സിനിമയിൽ വരുന്നതിനേക്കാൾ എത്രയോ കൊല്ലം മുമ്പ് ഉള്ളൊരു സംഘടനയാണ്. അവിടെ നമുക്ക് ഒരുപാട് പേരെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിനനുസരിച്ച് തീർച്ചയായിട്ടും പ്രവർത്തനം ഉണ്ടായിരിക്കും. ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നമ്മൾ അങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരായത് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷെ അടുത്ത തവണ ഇലക്ഷനിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് എടുക്കും. 100%. ഞാനല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത്. അല്ല, അത് പക്ഷെ ആരും അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെ നിങ്ങൾ വെറുതെ ഇപ്പോൾ ഇവിടെ ചോദ്യമൊക്കെ ചോദിക്കുന്നത് വെറുതെ ഒരു രസത്തിനാണെന്നുള്ളത് കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് എനിക്കറിയാം. ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് പിഷു. അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അമ്മ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും പിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഇത് സാഹചര്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി, തീർച്ചയായിട്ടും തെറ്റായിപ്പോയി. അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും. അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല പിഷു പോലും പറഞ്ഞിട്ടുള്ളത്. ഒരു പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അത് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി കൊണ്ട് തന്നെയാണ്, അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല പുള്ളി. അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ അതിൻ്റെ തീർച്ചയായിട്ടും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും. അതിനുള്ള ഇങ്ങനൊരു സാഹചര്യം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഉറപ്പായിട്ടുണ്ടാവും. ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ കൂടെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അയ്യോ, പ്രശ്നങ്ങളോ, നിങ്ങൾ എന്തേ പറയണത്? നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് ഈ പ്രശ്നം. അതിനകത്ത് ഉള്ളടക്കങ്ങൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാവാറില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനിത് കുറച്ചും കൂടി ഹെവി ആയിട്ടൊരു യാത്ര വേണ്ടിയിരുന്നില്ലേ? കാരണം ഇത്രയും ഹെവി ആയിട്ടെന്ന് വെച്ചാൽ ഒരു അരിച്ചാക്കൃത് തലേ ചെറുതാണ്. നിങ്ങളൊന്നും പോവുകയാണ്. അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് പറയണമെന്നുണ്ടോ? അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാർ, ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്രയപ്പ് അല്ല, ആത്മാർത്ഥമായിട്ടുള്ള യാത്രയപ്പ്. അത് ഞങ്ങൾക്ക് അറിയാം, അത് വേറെയാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ യാത്ര ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് ചെയ്തിട്ടുണ്ട്.
അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിന്റെ പരാതിയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. ഓക്കെ